ഞാൻ പറഞ്ഞു വാപ്പച്ചിയായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു ഞാൻ. സുറുമിയോട് ഈ 2 വാക്കിലാണെങ്കിൽ പോലും അത് പറയേണ്ടിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എൻ്റെ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ 2019 കൊച്ചിയിൽ ഡേവിഡ് ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോറിനേഴ്സ് വെച്ച് 2 ദിവസം നടന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ നമ്മുടെ കോവിഡിൻ്റെ ഫസ്റ്റ് കേരളത്തിലെ ലോക്ക്ഡൗൺ 8-ാം തീയതി സത്യനന്ദിക്കാടും ചന്ദ്രകുമാറും ഒരുമിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് തിരികൊളുത്തിയത്. 8-ാം തീയതി കഴിഞ്ഞ് 9-ാം തീയതി സുറുമി മമ്മൂട്ടിയുടെ മകൾ എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ എന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശില്പ ടൈംസ് ഓഫ് ഇന്ത്യയിലെ. അപ്പോൾ ആരോ ഒന്ന് പറഞ്ഞു അങ്ങനെ മമ്മൂട്ടിയുടെ മോള്. അപ്പോൾ ഞാൻ ശില്പോട് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചെന്നു. ആ കുട്ടി ഓരോ സംശയങ്ങൾ ചോദിച്ചു, വരയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ താല്പര്യം. അതുപോലെ മൊബൈലിൽ വാട്സാപ്പിൽ സുറുമി വരച്ച ഒരു സ്കെച്ച് എനിക്ക് കാണിച്ചു തന്നു. നന്നായിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനെല്ലാ ഇതാണ് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഏക്കറിലേക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു റഫ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, ഒരു ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഇത് റഫ് പെയിൻറ്റിങ് ഓയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏക്കറിലേക്ക് പെട്ടെന്ന് ഡ്രൈ ആവുന്നില്ല, എങ്ങനെ ഇതിൽ ഞാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തു. അത് വലിയ സന്തോഷമായി പുള്ളിക്കാരത്തേക്ക്. കൂട്ടത്തിൽ ഞാൻ എന്ത് വിചാരിച്ചെന്ന് പറയാം, ഈ എക്സിബിഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ ഡയറക്ടർ അമ്പിളിയുടെ എക്സിബിഷൻ കഴിഞ്ഞിട്ട് കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ഒരു പക്ഷേ പഴയ കഥകൾ ഒക്കെ എടുത്ത് പറഞ്ഞാൽ ഞാനൊരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. നമ്മൾ പറയില്ലേ, ഈ അടക്കം ചെയ്തതിൻ്റെ സെമിത്തേരിയിലെ ആ ശവക്കലർ വീണ്ടും തുറക്കാതിരിക്കണം നല്ലത് എന്ന് പറഞ്ഞ മാതിരി ഞാൻ സുറുമിയോട് പറഞ്ഞു. നല്ല ഇത് വെച്ച് ഞാൻ പറഞ്ഞത് അല്ല, സുറുമിയതിന് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു വാപ്പച്ചിയായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു ഞാൻ എന്ന് സൂചിപ്പിച്ചു. അതിൽ കാരണങ്ങളൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു അതൊക്കെ മാറി, ഞങ്ങൾ കൈ കൊടുത്തു. ഞാൻ വിളിച്ച ഒരു പ്രോഗ്രാമിന് തൃശ്ശൂർ അവിടെ മനസ്സെന്ന് പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ലോഹിദാസിൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ ഒരു ഫണ്ട് കൊടുക്കുന്ന ഒരു വേദിയിലായിരുന്നു. ഞാൻ വിളിച്ചു വന്നു. സാധാരണ മട്ടിൽ വലിയ മനസ്സിൽ അങ്ങനെ എന്നോടൊരു ഗൗരവം കാത്തു സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് വരാതിരിക്കാം, എന്തെങ്കിലും ഒഴിവ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നു, വിശേഷങ്ങൾ സംസാരിച്ചു, ഒരുമിച്ച് വന്നു. വെറുതെ പടങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചുള്ള പടങ്ങൾ കഴിഞ്ഞ് പോയി. പക്ഷേ ഇപ്പം എനിക്ക് തോന്നിയിരുന്നത് സുറുമിയോട് ഈ 2 വാക്കിലാണെങ്കിൽ പോലും അത് പറയേണ്ടിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഞാൻ വിനോയോട് പറഞ്ഞ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം എനിക്ക് സുറുമി മൊബൈൽ നമ്പർ തന്നിരുന്നു, പിന്നെ വാട്സപ്പ് നമ്പറൊക്കെ തന്നിരുന്നു, എനിക്ക് ഇമെയിൽ ഒക്കെ തന്നിരുന്നു. വളരെ നല്ല അഭിപ്രായം പുസ്തകങ്ങളുണ്ടല്ലോ, അത് ഒരുപാട് ഫോറിനേഴ്സുണ്ട്, പ്രശസ്തരായ ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ എഴുതിയുണ്ട്. അവിടെ സുറുമി വളരെ നല്ല അഭിപ്രായം എഴുതിയതിനകത്ത്. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ കട്ടിയല്ല, അതിന് നോ റിപ്ലൈ. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ എൻ്റെ സംശയങ്ങളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇപ്പോൾ കേട്ടില്ലേ, തെറ്റിദ്ധാരണയ്ക്കുള്ള ഒരു കാരണങ്ങൾ ഇതിനകത്ത് ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടാ, ചിലപ്പോൾ സുറുമി തിരക്കൊണ്ടായിരിക്കാം. ഇപ്പോഴും ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ് ബിനോയ്, ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കണ്ട് ആരെങ്കിലും സൂചിപ്പിക്കുകയാണെങ്കിൽ സുറുമിയുടെ പണക്കം മാറട്ടെ.